പ്രശസ്ത ബാലസാഹിത്യകാരനായിരുന്ന ഉല്ലല ബാബുവിന് സ്മരണാഞ്ജലി. ഉല്ലല ബാബുവിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാര സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ചേർത്തല പിറവി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉല്ലല ബാബു അനുസ്മരണവും സ്മൃതി പുരസ്കാര സമർപ്പണവും നടന്നു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങ് കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർ നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കും. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ബാബു സാർ എല്ലാ കാലവും ജീവിച്ചിരിക്കും. നമ്മുടെയൊക്കെ ഓർമ്മകൾ മറയുന്നത് വരെ നമ്മളുടെ ഓർമ്മകളിൽ ബാബു സാർ ഉണ്ടാകും. ബാബു സാറിനെ കണ്ടിട്ടില്ലാത്തവർ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കും, അല്ലെങ്കിൽ എഴുത്തറിയിക്കും. അതുകൊണ്ടാണ് ഈ എഴുത്തുകാർക്ക് അങ്ങനെ വലിയ ബാബു സാർ എഴുത്തുകാർക്ക് അങ്ങനെ വലിയ മെച്ചമെല്ലാം ഉണ്ട്. എഴുത്തിൻ്റെ ശക്തി അനന്തവുമാണ്. ആ എഴുത്തിൻ്റെ വഴികളിൽ നിൽക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് തന്നെ അവർ ചിരഞ്ജീവികളായി പുസ്തകവും അക്ഷരവും എല്ലാം ഉള്ള കാലത്തോളം അവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ. MD വിശ്വംഭരൻ അധ്യക്ഷനായി. മംഗളൻ തൈക്കൽ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രശസ്ത ബാലസാഹിത്യകാരൻ BM രാജ്മോഹൻ അനുസ്മരണം നടത്തി. മുൻ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കാവ്യദാസ് ചേർത്തല ഉല്ലല കൃതികളെ പരിചയപ്പെടുത്തി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബോർഡ് അംഗം ചേർത്തല രാജൻ, ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, നോയൽ രാജ്, ചന്ദ്രൂർ താഹ, സുരേന്ദ്രൻ എഴുപുന്ന, ബേബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ജന കൃഷ്ണ നന്ദി പറഞ്ഞു.